ഈ കണ്ട നമ്മൾ ഇവിടെ ഇരിക്കുക എന്ന് കേട്ട നീ പറയും എന്ന് പറയുന്ന പോലെയാണ്. എനിക്കൊക്കെ അതാ തോന്നുന്നത്. ഇതിനെക്കുറിച്ചൊരു സാമാന്യ വിവരം ഉണ്ടെങ്കിൽ ആരും അക്കാര്യം പറയില്ല, അങ്ങനെ ഒരു കാര്യം പറയില്ല. അപ്പം ഇത്രയൊക്കെ ഈ പറയുന്ന 10-17 കൊല്ലം മാനസികമായി ഇങ്ങനെയുള്ള കുറേ ടെൻഷൻ അനുഭവിച്ച് ഇങ്ങനെയൊരു കാര്യത്തിൽ നിന്ന് കൃത്യതയോടെ നിർവഹിച്ചതിൻ്റെ മേലെ മാത്രം പീഡിക്കപ്പെട്ട ഒരാളാണ്. അയാൾ എടുക്കുമ്പോൾ അയാൾ പിന്നെ BJP-ക്കാരോ ഇവരുമായിട്ട് ഒത്തുതീർപ്പാക്കിയിട്ട് കൊണ്ടുവന്നെയാണ് എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ഒരു തരം യാതൊരു കഴമ്പുമില്ലാതെ അതിൽ അപകടപ്പെടേണ്ട. അതും ശരിക്കും പറഞ്ഞാൽ അതിനെയൊക്കെ തള്ളിക്കളയുണ്ട്. DGP-ആയി രവതാ ചന്ദ്രശേഖരനെ നിശ്ചയിച്ചതു മുതൽ കൂത്തുപറമ്പ് വെടിവെപ്പ് വീണ്ടും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവ ചർച്ചയാണ്. കൂത്തുപറമ്പ് വെടിവെപ്പിന് കാരണക്കാരനായ രവതാ ചന്ദ്രശേഖരനെ DGP-ആക്കി എന്നുള്ള ആക്ഷേപമാണ് CPM-നെതിരെ പ്രതിപക്ഷം ഉയർത്തുന്നത്, പ്രത്യേകിച്ച് കോൺഗ്രസ്. വലിയ തോതിലുള്ള രാഷ്ട്രീയ വിവാദമായി DGP നിയമനം മാറുകയാണ്. കൂത്തുപറമ്പ് വെടിവെപ്പിനെക്കുറിച്ച് അന്വേഷിച്ച പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയാണ് CPM പ്രതിരോധം തീർക്കുന്നത്. ഈ റിപ്പോർട്ടിൽ രവതാ ചന്ദ്രശേഖരനെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട് എന്നാണ് CPM-ന്റെ വാദം. അന്ന് കൂത്തുപറമ്പിൽ വെടിവെപ്പ് നടക്കുന്ന സമയത്ത് MV രാഘവനൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ കണ്ണൂരിലെ പ്രമുഖ അഭിഭാഷകനായ TP ഹരീന്ദ്രനാണ്. അതോടൊപ്പം തന്നെ ഹക്കീം ബത്തേരി ഉൾപ്പെടെയുള്ള ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ട പോലീസുകാരുടെ കേസ് നടത്തിയ അഭിഭാഷകൻ കൂടിയാണ് TP ഹരീന്ദ്രൻ. ഇന്ന് ഈ വിഷയം വലിയ ചർച്ചയിലേക്ക് വീണ്ടും വരുമ്പോൾ TP ഹരീന്ദ്രനും പലതും പറയാനുണ്ട്. നമ്മളോടൊപ്പം അഡ്വക്കേറ്റ് TP ഹരീന്ദ്രൻ ചേരുകയാണ്. വീണ്ടും ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് വലിയ ചർച്ചയാവുകയാണ്. രവതാ ചന്ദ്രശേഖരൻ DGP-ആയി ചുമതലയേറ്റ് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ തുടക്കം കണ്ണൂരിൽ നിന്ന് തന്നെയാണ്. DGP-ആയി ശേഷം ആദ്യത്തെ ചടങ്ങും കണ്ണൂരിലാണ്. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദമായി മാറ്റുമ്പോൾ കോൺഗ്രസ് ഈ നിയമനത്തെ ഒരു ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞ് വിമർശിക്കുകയാണ്. എന്താണ് താങ്കളുടെ അഭിപ്രായം? അതൊരു ഇരട്ടത്താപ്പ് എന്നുള്ള നിലയിലല്ല, പക്ഷേ കോൺഗ്രസ്സുകാർ കുറച്ചുകൂടി ഈ കാര്യത്തിൽ ഒരു ആത്മാർത്ഥമായ അഭിപ്രായങ്ങൾ പറയേണ്ടിയിരുന്നു. അതായത് അന്ന് ഈ രവതാ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അന്നത്തെ UDF-ൻ്റെ മന്ത്രിയെ സംരക്ഷിക്കാനും അന്ന് നാട്ടിൽ ക്രമസമാധാന നിലനിർത്താൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ കൂത്തുപറമ്പിലെത്തുന്നത്. അദ്ദേഹം വന്നിട്ടൊരു 2-3 ദിവസം മറ്റേ ആയിട്ടുള്ളൂ. അപ്പം അവിടെ ഉണ്ടായ സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ അന്നിപ്പോൾ ഈ കോൺഗ്രസ്സുകാർക്കോ അല്ല UDF-ൻ്റെ എല്ലാവർക്കും അറിയാം, അന്ന് CPM ക്ലെയിം ചെയ്യുന്നത് പോലെ ഒരു സഹന സമരമോ അല്ലെങ്കിൽ തികച്ചും സമാധാനപരമായൊരു സമരമോ ഒന്നും ആയിരുന്നില്ല. അപ്പം ഞാനതിന് നേരിട്ട് തന്നെ സാക്ഷിയായ ഒരാളാണ്. സഖാവ് MV രാഘവൻ്റെ കൂടെ അന്നത്തെ ദിവസം രാവിലെ മുതൽ ഞാനുണ്ടായിരുന്നു. സംഭവം നടന്ന അന്നത്തെ ദിവസം കൂത്തുപറമ്പ് എത്തി അവിടെ ടൗൺ ഹാളിനകത്ത് ഈ ഫംഗ്ഷൻ തുടങ്ങിയ സമയത്ത് അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹാളിന് പുറത്തുമൊക്കെ ഈ കാഴ്ചകളൊക്കെ ഞാനും കാണുന്നുണ്ടായിരുന്നു. അപ്പം ആദ്യമൊക്കെ ഈ കല്ലുകളൊക്കെ വന്നു, ഇതിൻ്റെ ആസ്ബസ്റ്റോ ഷീറ്റടക്കം പൊട്ടി. അതിനുശേഷം വളരെ സ്ഫോടക വസ്തുക്കളൊക്കെ എറിഞ്ഞിട്ടുണ്ട്. അപ്പം ആ സ്ഥിതി നിയന്ത്രിക്കാൻ അവിടെ ഈ രവതാ ചന്ദ്രശേഖർ മാത്രമല്ല, അവിടെ ADM ഉണ്ട്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റാണ്. അപ്പോൾ TT ആൻ്റണി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവാദിത്തം എന്താണ്?
അദ്ദേഹമാണ് ശരിക്കും ഈ സിറ്റുവേഷൻ ഇവാലുവേറ്റ് ചെയ്ത് സ്ഥിതിഗതികൾ എന്തൊക്കെ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റുമെന്നൊക്കെ അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. അതിൽ രവത ചന്ദ്രശേഖരനോ അല്ല ഹക്കീം ബത്തേരിക്കോ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊന്നും കാര്യമായ റോളൊന്നുമില്ല. അത് അനലൈസ് ചെയ്ത് അദ്ദേഹമാണ് ഈ പോയ ഉടനെ വെടിവെപ്പൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കറിയാം, എൻ്റെ മുന്നിൽ ഞാൻ ഈ ഹാളിന് പുറത്ത് നിൽക്കുമ്പോൾ സഖാവ് എം വി ജയരാജനൊക്കെ വീണ് കിടക്കുന്നുണ്ട് അടി കൊണ്ടിട്ട്. ഈ ഹാളിന് തൊട്ട് മുമ്പ് തന്നെ കുറേ ചെറുപ്പക്കാരും അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പരിചയമുള്ള എം വി ജയരാജനടക്കം അടി കൊണ്ട് വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ വെടിവെപ്പിന് മുന്നേ തന്നെ ലാത്തി ചാർജും ടിയർ ഗ്യാസും ഒക്കെ ഉണ്ടായിരുന്നു. ഇതുകൊണ്ടൊക്കെ ആളുകൾ, എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഒരു ഈ വന്ന ആളുകൾ ഒരു രണ്ട് വിഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒന്ന്, ഈ പറയുന്ന പോലെ ഒരു സാധാ പ്രതിഷേധ പ്രകടനത്തിന് വേണ്ടി വന്ന ഈ ഡിവൈഎഫ്ഐൻ്റെ ചെറുപ്പക്കാർ കുറേ ആൾക്കാരാണ്. അതല്ലാതെ ഇതിൻ്റെ പിറകിലൊക്കെ വേറെ ആൾക്കാരുണ്ടതായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇത് ആദ്യം വന്ന ആളുകൾക്ക് പകരം പിന്നീട് ഒരു വലിയ ആൾക്കാർ കൂടിക്കൂടി വരുന്നുണ്ട്. ഒരു വലിയ വിഭാഗം ഡിവൈഎഫ്ഐ പ്രവർത്തകർ കല്ലേറ് കൂടാതെ ഇതിങ്ങനെ മുന്നോട്ട് ടൗൺ ഹാളിൻ്റെ മുന്നേക്ക് വരുന്നതാണ്. അതിനു വേണ്ടിയാണ് ശരിക്കും ഇപ്പോൾ ലാത്തി ചാർജ് ഉറക്കം നടത്തുന്നത്. പക്ഷേ വെടിവെക്കാൻ എന്ന് പറയുന്നത് ഉത്തരവിടാൻ വേണ്ടി ഈ ലവത ചന്ദ്രശേഖരനാണ്, അതല്ലെങ്കിൽ ഹക്കീം ബത്തേരിക്കൊന്നും യാതൊരു അധികാരമില്ല. അവരങ്ങനെ വെടിവെക്കാൻ വേണ്ടി ഉത്തരവിട്ടതായിട്ട് എൻ്റെ അറിവിലില്ലതാണ്. അപ്പോൾ ഒരു മന്ത്രിയെ നമ്മൾ ഈ പറയുന്ന പോലെ സംരക്ഷിക്കുക, ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദപ്പെട്ട ഒരു പ്രതിനിധി അയാൾക്ക് സ്വതന്ത്രമായ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക, അതിന് സംരക്ഷണം കൊടുക്കുക, അതൊക്കെ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനു വേണ്ടിയാണ് ഇദ്ദേഹം അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നടത്തിയതിന് അദ്ദേഹത്തെയും അതുപോലെ ഈ പറയുന്ന ലാത്തി ചാർജിൽ പങ്കെടുത്തതും ഇനി പങ്കെടുക്കാതെയുള്ള പോലീസുകാർക്കെതിരെ ഉള്ള നടപടി ശരിയല്ല എന്നാണ് എൻ്റെയൊക്കെ അഭിപ്രായം. ഈ രവത ചന്ദ്രശേഖരന് നേരിട്ട് ഇതിൽ ഏതെങ്കിലും തരത്തിൽ പങ്കില്ല എന്ന് ഈ പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാണ് CPM പറയുന്നത്. അതിൽ വസ്തുതയുണ്ടോ? പത്മനാഭൻ നായർ കമ്മീഷൻ എന്ന് പറയുന്നത് വെറും ഒരു ജുഡീഷ്യൽ എൻക്വയറിയാണ്. ആ ജുഡീഷ്യൽ എൻക്വയറിക്ക് വലിയ അതിൻ്റെ കണ്ടെത്തലുകൾക്കൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. അത് ഗവൺമെൻറ്റിന് ഇങ്ങനെ ഒരു കമ്മീഷനെ നിശ്ചയിച്ച് അതിൽ ഇങ്ങനെ കുറേ കണ്ടെത്തലുകൾ നടത്തി ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക എന്നല്ല. അത് റിപ്പോർട്ട് വേണമെങ്കിൽ അവർ ഗവൺമെൻറ്റിന് എത്രയോ ഇവിടെയുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ ഗവൺമെൻറ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്, അതുപോലെ പൂഴ്ത്തിവെച്ചിട്ടുമുണ്ട്. ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ, അതായത് ഇതിന് ഉത്തരവാദികൾ ആര്, ഈ പറയുന്ന വെടിവെപ്പിന് ഉത്തരവാദികൾ ആര് എന്നുള്ളൊരു നിലയിലാണ് അന്വേഷണ കമ്മീഷൻ ഒരു അഭിപ്രായ രൂപീകരണം നടത്തിയത്. അതിൽ പല ഇതിലുള്ള ആൾക്കാരുണ്ട്, ഡിവൈഎഫ്ഐൻ്റെ പ്രതിനിധീകരിച്ച ആൾക്കാരുണ്ട്. അതുപോലെ ഞാൻ മൊഴിയല്ല, ഞാനതിൻ്റെ വക്കീലാണ്. ഞാനത് അന്ന് ഈ DYFI ആണ് ഇതിൽ പ്രധാനമായിട്ടും ഒരു റെപ്രസെൻ്റ് ചെയ്യാൻ വന്ന ആൾക്കാർ. മറിച്ച് അതിനെ നേരെ എതിർത്തിട്ട് നിൽക്കുന്നത് ഈ CMBയുടെ യുവജന വിഭാഗമുണ്ട്, സോഷ്യലിസ്റ്റ് യുവജന ഫെഡറേഷൻ, അവരാണ്. അവർക്ക് വേണ്ടി ഞാനാണ് ഹാജരായത്. അതുപോലെ മന്ത്രി MV രാഘവനെയൊക്കെ അതിൽ പിന്നീട് വിളിപ്പിക്കുന്നതാണ്. കാരണം ഇങ്ങനെ ഇവർക്കെതിരെയുള്ള ആരോപണങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഇൻഡിവിജ്വലി ആരോപണങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ട് പുള്ളിയുടെ ഭാഗം ക്ലാരിഫൈ ചെയ്യാനാണ് പുള്ളിയെ ഈ കമ്മീഷനിൽ വിളിപ്പിക്കുന്നത്. ഗൂഢാലോചന നടന്നു എന്ന് പറഞ്ഞു. ഇത് ഗൂഢാലോചന എന്നല്ല, ഇതിൻ്റെ കാരണക്കാരിൽ എല്ലാവരും ഇങ്ങനെ അന്ന് CPM ഒക്കെ എടുത്ത് പറയുന്നത് MV രാഘവൻ, MV രാഘവനും മറ്റ് RDO, അതായത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, പിന്നെ ഹക്കീം ബത്തേരി, ഈ പറയുന്ന രവത ചന്ദ്രശേഖരനെതിരെയും ആരോപണമുണ്ട്, CPMന് ആരോപണമുണ്ട്. ഇപ്പോൾ പറയുന്ന പോലെയല്ല, അന്ന് വളരെ കൃത്യമായിട്ട് രവത ചന്ദ്രശേഖരൻ്റെയാണ് അദ്ദേഹം അന്ന് ഈ ട്രെയിനിങ് സമയം ആയതുകൊണ്ട് മുടിയൊക്കെ മൊട്ടയടിച്ചിട്ടുള്ളത്.
ആ ഫോട്ടോ ആണ് വളരെയധികം വ്യാപകമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചരിപ്പിച്ചത്. അപ്പം ഇപ്പോൾ അദ്ദേഹത്തിനെ പറ്റി ആരോപണമൊന്നുമില്ല എന്ന് പറയുന്നതിൽ ശരിയേയല്ല. അത് മാത്രമല്ല, അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത് മന്ത്രി എം വി രാഘവൻ ഇതിന് ഉത്തരവ് കൊടുത്ത് ടി ആൻ്റണി ലാത്തിച്ചാർജ് നടത്തിയ ഹക്കീം ബത്തേരി ഇവർക്കാണ് ഉത്തരവാദിത്തം എന്നാണ് കമ്മീഷൻ കണ്ടെത്തിയത്. അതിൽ രവതാ ചന്ദ്രശേഖരൻ്റെ പേരില്ല, പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ രവതാ ചന്ദ്രശേഖരനെ പറയുന്ന LDF ഒഴിവാക്കണമായിരുന്നു. ആ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ കണ്ടെത്തിയാൽ ഇദ്ദേഹം ഇല്ല, അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഒഴിവാക്കായിരുന്നു. പകരം എന്താ ചെയ്യുന്നത്? അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വന്നു, അതിനുശേഷം ഭരണമാറ്റമൊക്കെ വന്നതിന് ശേഷമാണല്ലോ പിന്നീട് കേസുകളൊക്കെ വരുന്നത്. ആദ്യം കേസെടുത്തത് ഡിവൈഎഫ്ഐക്കാർക്കെതിരെയാണ്. 2 കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഒന്ന് ഈ കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ പത്മകുമാർ പരാതി കൊടുത്തിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അന്നത്തെ SP അദ്ദേഹം ഇങ്ങോട്ട് ഈ ഭാഗത്തേ വന്നിട്ടില്ല. പിന്നെ അദ്ദേഹം ഇത് കൂറുമാറി ഇവർക്കെതിരെ പറഞ്ഞു, മാപ്പ് സാക്ഷിയായി എന്നാണ് ശരിക്കും. പിന്നെ അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ വന്നു. കേസ് ഇതിൽ പറഞ്ഞ് ഇവരെ 3 ആളെ ഒക്കെ കൂടാതെ ബാക്കി കുറേ ആളുകളുടെ പേരിൽ കേസെടുത്തു. അപ്പോൾ രവതാ ചന്ദ്രശേഖരനെ അന്ന് തന്നെ ഇവർ മുൻനിരയിൽ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ പറയുന്ന പോലെയല്ല. കേസ് വന്നു, കേസ് ഇങ്ങനെ അതിനെക്കുറിച്ച് വന്നു. അതിൽ പിന്നെ പലയാളെ അറസ്റ്റ് ചെയ്തു. ഹക്കീം ബത്തേരിനെ അറസ്റ്റ് ചെയ്തു, എം വി രാഘവനെ അറസ്റ്റ് ചെയ്തു, ടി ആൻ്റണി അറസ്റ്റ് ചെയ്തു. അവരൊക്കെ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. പോലീസുകാരുണ്ട്, പോലീസുകാരൊക്കെ ഒക്കെ ഇതുപോലെ വന്നു. അതൊക്കെ പിന്നീട് നമ്മൾ ജാമ്യം എടുത്തതാണ്. കുറേ ആൾക്ക് മുൻകൂർ ജാമ്യം എടുത്തു പോലീസുകാർക്ക്. 19 പ്രതികളാണ്. അപ്പോൾ അവരെ കേസ് വന്നതിന് ശേഷം, ജാമ്യമൊക്കെ എടുത്തതിന് ശേഷം ഇതിൽ പല ആളും ഹൈക്കോടതിയിൽ പോയി റദ്ദാക്കാൻ വേണ്ടി. അങ്ങനെ പോയതിൽ ഒരു സിംഗിൾ ബെഞ്ച് ആദ്യം ഒരു CBI അന്വേഷിക്കുക ഇക്കാര്യത്തിൽ എന്ന് പറഞ്ഞ് ഒരു ഉത്തരവാണ് വന്നത്. പക്ഷേ അത് രവതാ ചന്ദ്രശേഖർക്ക് ഡിവിഷൻ ബെഞ്ച് പോയി. ഡിവിഷൻ ബെഞ്ച് പോയാലും ഡിവിഷൻ ബെഞ്ച് എന്ത് ചെയ്തു? ഇയാളെക്കെതിരെയുള്ള കേസ് റദ്ദാക്കി, അയാളെ കുറ്റവിമുക്തനാക്കി. അപ്പം അവിടെയും കൊണ്ട് തീർന്നില്ല. രവതാ ചന്ദ്രശേഖരോട് ഇപ്പം ഇഷ്ടം പറയുന്ന ആളുകൾ എന്താ ചെയ്തത്? ഹൈക്കോടതി വിട്ടിട്ടും സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിട്ട് സുപ്രീം കോടതി എന്താ ചെയ്തത്? സുപ്രീം കോടതി ഈ ബാക്കിയുള്ള എല്ലാ കേസും ഉണ്ടല്ലോ, ബാക്കി എല്ലാ പ്രതികൾക്കുള്ള കേസ് അത് റദ്ദാക്കി. അതുപോലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് രവതാ ചന്ദ്രശേഖരനെ വെറുതെ വിട്ടത് അത് ശരിയാണെന്ന് കണ്ടെത്തിയിട്ട് ആ ഹൈക്കോടതി വിധിയെ സ്ഥിരപ്പെടുത്തി, അത് അംഗീകരിച്ചു. പക്ഷേ ഈ UDF അധികാരത്തിൽ വന്നപ്പോൾ ഇത്രയും ഈ LDFൻ്റെ ഭരണകാലത്ത് ഇവരെ ഈ പ്രതികളാക്കപ്പെട്ടു, അങ്ങനെയൊക്കെ ആയി. പക്ഷേ അതിൻ്റെ ഒരു നീതി അവർക്ക് UDF അധികാരത്തിൽ വന്നപ്പോൾ ഈ ഹക്കീം ബത്തേരി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കിട്ടിയോ? ഒന്ന് നമ്മൾ കാണുന്നത് ഈ രാഷ്ട്രീയത്തിൽ പല ആളുകളും ചെയ്യുന്നത്, ഇപ്പം നമുക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി ഇപ്പോൾ ഒരു UDF സത്യസന്ധമായി, നമുക്ക് ഇന്ന് കോൺഗ്രസ്സുകാരെ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല, എന്നാലും സ്വതന്ത്രമായി വളരെ നീതിയുക്തമായിട്ട് പ്രവർത്തിച്ച് എന്ന് നമുക്ക് ബോധ്യമുള്ള ചില ആളുകൾ, അവരെ ഗവൺമെൻറ് ശരിക്കും സംരക്ഷിക്കണം അങ്ങനെയുള്ളവരെ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈഡിൽ നിന്ന് വെറുതെ പീഡനം ഏൽക്കുന്നു, നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പ്രവർത്തിച്ചത് ആ നീതിക്ക് വേണ്ടി പ്രവർത്തിച്ച കൂട്ടർ അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാന്ന് അവരും സംരക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഒരു വലിയ കഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഹക്കീം ബത്തേരിയുടെ കാര്യമൊക്കെ, ഹക്കീം ബത്തേരിയൊക്കെ പേഴ്സണലി എല്ലാ ദിവസവും എൻ്റെ ഓഫീസിലാണ്, റിട്ടയർ ചെയ്തതിന് ശേഷമൊക്കെ മിക്ക ദിവസവും നമ്മൾ ഓഫീസിൽ വരുന്ന ആളാണ്.
അദ്ദേഹം ഹൈലിയാണ് ഇങ്ങനെ വൈകുന്നേരമൊക്കെ വാക്കിങ്ങിന് പോവാം നമ്മുടെ ഓഫീസിന് മുന്നിലൂടെ. അദ്ദേഹമൊക്കെ വന്ന് പറഞ്ഞതെന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ സർവീസ് ആനുകൂല്യമൊന്നും അവർ തടഞ്ഞു വെച്ചു. LDF തടഞ്ഞു. എന്നാൽ UDF പിന്നെ വന്നല്ലോ, 2001 പിന്നെയും വന്നല്ലോ. വന്നു കഴിഞ്ഞാൽ ഇത് കൊടുക്കണ്ടേ, ഏർപ്പാടാക്കണ്ടേ. അദ്ദേഹം ഇതിനു വേണ്ടി നിരവധി സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി. അപ്പോൾ പുള്ളിക്ക് തന്നെ ശാരീരികമായ കുറേ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ മാനസികമായ പ്രശ്നങ്ങളുണ്ട്. അതിനിടെയാണ് അയാൾക്ക് കിട്ടാൻ അർഹതയുള്ള ആനുകൂല്യങ്ങൾ പോലും UDFൻ്റെ ആളുകൾ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഈ ഭരണകർത്താക്കൾ തയ്യാറായില്ല. അതിനെക്കുറിച്ചൊക്കെ ഞാനൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കിയാണ്. ഇത് ശരിയല്ല. ഇതിനു വേണ്ടി ഈ പറയുന്ന ഇതിനൊക്കെ വേണ്ടി നിങ്ങൾ ഭരിക്കുന്ന ഒരു മന്ത്രിനെയൊക്കെ സംരക്ഷിക്കാൻ പോയി അതിനു വേണ്ടി കേസപ്പെട്ട ഒരാളെയൊക്കെ നമ്മളങ്ങനെ ഈ തള്ളിക്കളയുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഇങ്ങനെ ആളുകൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് അങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. നിങ്ങൾ ഇന്ന് നിങ്ങളെയൊക്കെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു നന്ദിയോടെ കാണുക എന്നുള്ളൊരു അവസ്ഥയില്ല. ആവശ്യം കഴിഞ്ഞാൽ കറിവേപ്പില എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് പേഴ്സണലി അറിയുന്നതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞേ ഈ സുപ്രീം കോടതി വിട്ടില്ലേ, പിന്നെ അതിൻ്റെ മേലെയൊന്നും ഇല്ലല്ലോ. സുപ്രീം കോടതി വിട്ടിട്ട് സുപ്രീം കോടതി അതിലൂടെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നതിന് ഇത് എല്ലാവരെയും കേസ് റദ്ദാക്കാനുള്ള ഒരു കാരണം പറഞ്ഞത്, ഒരു കേസിൽ ഒരു FIR ഇട്ടാൽ അതിൻ്റെ പേര് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നാണ്. FIR എന്ന് പറഞ്ഞാൽ CRPCയിൽ അങ്ങനെ വേറെ FIR എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതിൻ്റെ പേര് ഫസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു റിപ്പോർട്ട്. ഒരു FIR അല്ല, അത് ഒരു കേസിൽ വേറെ FIR ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ കേസിൽ ആദ്യം FIR ഇട്ടത് DYFIക്കാർക്കെതിരെയാണ്. 2 FIR ഇട്ടു. അപ്പോൾ ഇനി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നി ഈ ആദ്യത്തെ FIR പറയുന്നതല്ല യഥാർത്ഥ വസ്തുത, മറിച്ച് വേറെ ചിലതാണ്. അതായത് ഇപ്പോൾ CPM പറയുന്നത് അങ്ങനെയല്ല, ഇവരൊക്കെ കൂടി MV രാഘവനും പിന്നെ TT ആൻ്റണിയും മറ്റ് പോലീസുകാർ വക്കീം ബത്തേരിയൊക്കെ ഗൂഢാലോചന നടത്തിയിട്ടാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ആ കേസ് തുടരന്വേഷിക്കുക. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഇതിപ്പോൾ 2 FIR നിൽക്കില്ല, അതുകൊണ്ട് എല്ലാം റദ്ദാക്കി വയ്ക്കുന്നു. കേസങ്ങ് പോയി. കേസ് പോയി കഴിഞ്ഞിട്ട് പക്ഷേ അതിനകത്ത് പറയുന്നത് ഈ കേസിൽ ആദ്യത്തെ 2 FIR ഉണ്ടല്ലോ, ആ FIRൽ പറയുന്ന കാര്യങ്ങളിൽ ഇനിയും അന്വേഷണം നടത്തണമെന്ന് അന്വേഷണ ഏജൻസിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്കത് കോടതിയുടെ സമ്മതത്തോടെ ചെയ്യാം എന്നൊരു സെൻറ്റൻസ് അതിലുണ്ട്. അത് വെച്ച് ഈ ആൾക്കാരെയൊക്കെ വീണ്ടും പ്രതിയാക്കുന്നു. ആരെ ഈ രവതാ ചന്ദ്രശേഖർ അന്ന് ഒന്നിനും നിന്നിട്ടില്ല എന്ന് പറയുന്നയാളെങ്കിൽ ഹൈക്കോടതി വിട്ടു, സുപ്രീം കോടതി വിട്ടു, എന്നിട്ട് പിന്നെയും അയാളെ പിറകെ പോകേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ പിന്നെ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായങ്ങൾ ഫയൽ ചെയ്യുന്നു. പാർട്ടിക്കാർ ഫയൽ ചെയ്തു. അതിൽ 10-20 സാക്ഷികളെ ഹാജരാക്കുന്നു. അവരൊക്കെ ഇങ്ങനെ പറയുന്ന ഇങ്ങനെയുണ്ട്, രാഘവൻ പിന്നെ ഇവരോട് TT ആൻ്റണിയോടും വക്കീം ബത്തേരിയോടും ഒക്കെ ഈ രവതാ ചന്ദ്രശേഖരോട് നടക്കുന്നുണ്ട്, വെടിവെക്കാൻ പറയുന്നു, അങ്ങനെയാണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് സാക്ഷികൾ. കാരണം അന്നേരം പ്രതിക്ക് ക്രോസ് ചെയ്യാനോ ഒന്നും അവസരമില്ല. ആദ്യത്തെ കേസ് ഫയലിലെടുക്കുന്നതിന് മുമ്പ് കൊടുക്കുന്ന മൊഴി കൊടുക്കുന്ന സമയത്ത് ഈ പ്രതിഭാഗത്തിൻ്റെ ഭാഗം കേൾക്കുകയേ വേണ്ട. ഏകപക്ഷീയ 10-20 ആൾ വന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റിനും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം മജിസ്ട്രേറ്റിന് കിട്ടുന്ന മൊഴി അയാൾക്ക് പുറത്തുള്ളതൊന്നും അന്വേഷിക്കാൻ, പേപ്പറിൽ അങ്ങനെയായിരുന്നു അങ്ങനെയൊന്നും അന്വേഷിക്കാൻ പറ്റില്ല. മജിസ്ട്രേറ്റ് എങ്ങനെ ചെയ്തു? കേസ് ഫയലിലെടുത്തു, അത് CP നമ്പറാക്കി, കമ്മിറ്റൽ പ്രൊസീഡിങ്സ്. അപ്പോൾ അയാൾ പറയുന്ന മജിസ്ട്രേറ്റിന് ഇത് പിന്നെ വിചാരണ നടത്താൻ അധികാരമില്ല, സെഷൻസിനെ പറ്റൂ. അപ്പോൾ ഈ പുള്ളി സെഷൻസിലേക്ക് കമ്മിറ്റ് ചെയ്യണം. അങ്ങനെ കേസ് CP നമ്പർ ഇട്ട സമയത്താണ് ഇവരാദ്യം പോകുന്നത്.
ഹൈക്കോടതിയിൽ. അത് 2012 അത് എടുക്കുന്നത്. പിന്നെ ഈ കേസ് കൊടുത്ത കേസ് 2012 17 കൊല്ലം കഴിഞ്ഞു. ആ പോയിട്ട് ആണ് ഹൈക്കോടതി പറയുന്നത് ഇതിങ്ങനെ ഇതിലാണ് ഇത് നില സുപ്രീം കോടതിയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്നത്, ഉദ്യോഗസ്ഥന്മാർ ഒരു പോലീസുകാർ ഒരു ലാത്തി ചാർജ് നടത്തിയെന്ന് വെച്ചോ, അതിനൊന്നും കേസെടുക്കാൻ പറ്റില്ല. അതിനാണ് ഈ CRPCയിൽ അന്നത്തെ CRPC ആ CRPCയിൽ 197 എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പുണ്ട്. അത് പ്രകാരം ഇവരൊക്കെ പ്രൊട്ടക്റ്റഡാണ്. നിങ്ങളൊരു ലാത്തി ചാർജ് നടത്തി ഒരാൾ മരിച്ചു എന്ന് തന്നെ വെച്ചോ, എങ്കിൽ പോലും കേസെടുക്കാൻ പറ്റില്ല. അവർക്കെതിരെ കോടതികൾക്ക് കേസെടുക്കാൻ പറ്റില്ല. കാരണം അതവരെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇനി ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്ന കൂട്ടത്തിൽ അത് കുറച്ച് അധികമായിപ്പോയി എന്ന് പറഞ്ഞാൽ പോലും കേസെടുക്കാൻ പറ്റില്ല. കാരണം അവർ വൺസ് അവരെ പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ അവർ എപ്പോഴും പ്രൊട്ടക്റ്റഡാണ്. പിന്നെ യാതൊരു ബന്ധവുമില്ല, റോഡിലേ നടക്കുന്നവൻ ഞാൻ പോലും യൂണിഫോം ഇട്ടു എന്നുള്ളത് കൊണ്ട് പോയിട്ട് ഒരുത്തനെ അടിച്ചു കൊന്നു എന്ന് നമുക്ക് പറഞ്ഞാൽ അതൊന്നും ഇതിന് ബാധകമല്ല. അതൊന്നും അയാൾ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ബാധകമല്ല. സമരമുഖത്ത് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ അയാൾ ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടി ചെയ്ത് വരുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും പറ്റിയാൽ അതിന് അയാളെ നിയമപരമായിട്ട് അയാൾക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ കാര്യമൊക്കെയാണ് ഹൈക്കോടതി എടുത്ത് പറയുന്നത്. ഇവരൊക്കെ ഇപ്പോൾ വെടിവെക്കാൻ ഉത്തരവിട്ടു കഴിഞ്ഞാൽ അയാളെ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അല്ലേ അയാൾക്കെതിരെ ഡിപ്പാർട്ട്മെൻറ്റിൽ നടപടി വരൂ. നിങ്ങൾ ലാത്തി ചാർജ് നടത്തണമെന്ന് RDO ഉത്തരവിട്ടു എന്ന് പറഞ്ഞു. ലാത്തി ചാർജ് നടത്തിയിട്ടില്ലെങ്കിൽ പോലീസുകാർക്കെതിരെ നടപടി വരും. അപ്പോൾ അതുകൊണ്ട് അതിനാണ് ഈ CRPCയിലൊക്കെ ഇങ്ങനെ വളരെ ആലോചിച്ചിട്ടാണ് ഈ നിയമം ഉണ്ടാക്കുന്ന ആൾക്കാർ ആ വകുപ്പും കൂടി വെക്കുന്നത്. അങ്ങനെ അത് ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ശരി, എങ്കിൽ പോലും അങ്ങനെ ഒരു വകുപ്പിട്ടു. നീതി നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വെറുതെ പീഡിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ ഒരു വകുപ്പ് വെച്ചത്. അത് വെച്ചിട്ടാണ് 2012 ഈ ഇദ്ദേഹത്തെയൊക്കെ എതിരെയുള്ള കേസുകൾ വീണ്ടും ഹൈക്കോടതി റദ്ദാക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഈ പറയുന്ന 10-17 കൊല്ലം മാനസികമായി ഇങ്ങനെയുള്ള കുറേ ടെൻഷൻ അനുഭവിച്ച് ഇങ്ങനെയൊരു കാര്യത്തിൽ കൃത്യങ്ങളുടെ നിർവഹിച്ചതിൻ്റെ മേലെ മാത്രം പീഡിക്കപ്പെട്ട ഒരാളാണ്. അയാൾ എടുക്കുമ്പോൾ അയാൾ പിന്നെ BJPക്കാരോ ഇവരുമായിട്ട് ഒത്തുതീർപ്പാക്കിയിട്ട് കൊണ്ടുവന്നെയാണ് എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ഒരു തരം യാതൊരു കഴമ്പുമില്ലാതെ അതിൽ അപകടപ്പെടേണ്ട. അതൊന്നും ശരിക്കും പറഞ്ഞാൽ അതിനെയൊക്കെ തള്ളിക്കളയണ്ടേ ഒരു വാദമാണതല്ലോ. ഇന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് പറഞ്ഞത് BJPയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു ഡീലാണ് ഇത് എന്നൊക്കെ. അപ്പോൾ ഇവർ ഇത് പറയുമ്പോൾ ഈ കൂത്തുപറമ്പ് വെടിവെപ്പിനെ തള്ളിപ്പറയുക കൂടിയാണോ ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത്? അതായത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഈ കണ്ട നമ്മൾ ഇവിടെ ഇരിക്കുക എന്ന് കേട്ട നീ പറയും എന്ന് പറയുന്ന പോലെയാണ്. എനിക്കൊക്കെ അതാ തോന്നുന്നത്. ഇതിനെക്കുറിച്ച് ഒരു സാമാന്യ വിവരം ഉണ്ടെങ്കിൽ ആരും അക്കാര്യം പറയില്ല, അങ്ങനെ ഒരു കാര്യം പറയില്ല. അപ്പോൾ ഇദ്ദേഹം അതിൻ്റെ അർത്ഥം എന്താണ്? ഇദ്ദേഹം അതിന് യോഗ്യനല്ലേ? ഇവരുള്ള ഈ DGP പിന്നെ റാങ്കിലേക്ക് വരേണ്ട ഒരാളെ അതിനുള്ള എന്താ അയോഗ്യതയാക്കുള്ളത്? 3 ആളെ പേര് കൊടുത്തു, ശരി, ഈ 3 ആളെ കൂട്ടത്തിൽ ഇയാൾ വരുമല്ലോ. പിന്നെ അയാൾക്ക് പോലും അയാൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വലിയ ഉത്തരവാദപ്പെട്ട ജോലിയിലിരിക്കുന്ന ആളാണ്. അയാൾക്ക് ഇങ്ങനെ അയാളെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അത് വേറെ എന്തോ ഇടപാടിൻ്റെ ആണെന്നൊക്കെ പറയുന്നത് അതൊന്നും ഒരു രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല. അതാര് പറഞ്ഞാലും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തരത്തിൽ അത് അന്നത്തെ MV രാഘവൻ എന്ന മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ആ പ്രവർത്തനങ്ങളെ ആകെ കോൺഗ്രസ് തന്നെ തള്ളിപ്പറയുന്നു എന്നുള്ളതാണ്. അത് ഫലത്തിൽ ഉദ്ദേശമൊന്നും ഉണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് ഫലത്തിൽ ചെയ്യുന്നത് അന്ന് ഇയാളൊക്കെ ചെയ്തത് ശരിയല്ല എന്നൊരഭിപ്രായം പറയുമ്പോൾ നമ്മൾ ഇത്ര കാലം പറഞ്ഞു നടന്നതിന് എതിരാണത്. അത് CPMകാർ പറഞ്ഞതിന് അനുകൂലമാണ് ശരിക്കും.
ചന്ദ്രശേഖരനെതിരെ അന്ന് പറഞ്ഞത് ഇന്ന് കോൺഗ്രസ് അനുകൂലിക്കുകയാണ്. അങ്ങനെ അതായത് ഞാൻ പറഞ്ഞത് ഉദ്ദേശം വേറെ എന്തോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഫലത്തിലുണ്ടാകുന്നത് എന്താണ്? ആളുകൾ എടുക്കുക, നമ്മൾ പറയുന്ന ഇയാൾ അർഹനൊന്നുമല്ല, ഇയാളെ പിന്നെ ഇങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇയാൾക്ക് കഴിവൊന്നുമില്ല. പക്ഷേ അപ്പോയിൻറ്റ് ചെയ്യുന്നത് വേറെ എന്തെല്ലോ അഡ്ജസ്റ്റ്മെൻറ്റ് മേലെയാണെന്ന് പറയുമ്പോൾ നമ്മൾ അയാളെ കഴിവിനെ കുറിച്ച് കാണിക്കലല്ലേ അല്ലേ? അയാൾ അന്ന് തന്നെ ഈ ചെറിയ വയസ്സിൽ അവിടെ വരുന്നതിൽ തന്നെ അയാൾ ഭയങ്കര സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. എനിക്കെന്നെ ഓർമ്മയുണ്ട് അതിൻ്റെ ഒരു ഇൻസ്റ്റൻസിൽ ഈ എം വി രാഘവനെ കണ്ണൂർ പ്രവേശിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമാക്കി, കണ്ണൂർക്ക് കയറ്റില്ല എന്നൊക്കെ പറഞ്ഞ് DYFI ഒക്കെ പറഞ്ഞ ടൈമിൽ അവിടെ നമ്മളെ ജില്ലാ ബാങ്കിൻ്റെ മുന്നിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അന്നല്ല അപ്പോൾ UDF വേറെ, എന്നാൽ പിന്നെ ഇയാൾ വരട്ടെ, ഇവരെന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഒരു 2 വിഭാഗമായിട്ട് അങ്ങനെ നിൽക്കുന്ന ടൈമിൽ ഇതേ പറഞ്ഞ് ഈ രവതാ ചന്ദ്രശേഖർ ഈ ഞങ്ങളെ കൂട്ടത്തിലുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ അവരെയൊക്കെ ബലം പ്രയോഗിച്ച് തന്നെ ബലിച്ചു കൊണ്ടുവന്നുണ്ട് അവിടുന്ന് സ്ഥലത്തുനിന്ന്. അപ്പോൾ അയാളൊരു നിഷ്പക്ഷനായിട്ട് ഒരു നിധി നിർവഹണം നടത്തുന്ന ഒരു ആളാണ് അയാൾ. സർക്കാരിൻ്റെ ഈ തീരുമാനം ശരിയാണ്. സർക്കാർ അതിൽ വേറെ ഇതുണ്ട്, സർക്കാരിൻ്റെ തീരുമാനം ശരിയാവുന്നുള്ള അത് സർക്കാർ കൊടുക്കേണ്ടതാണ്. ഇപ്പം ലീഗലി തന്നെ പുള്ളിക്ക് കൊടുക്കാൻ ബാധ്യസ്ഥമാണ്. അതുകൊണ്ട് ഇപ്പം 3 ലിസ്റ്റിലുള്ള 3 ആളിൽ ഒരാളല്ലേ അയാൾ കൊടുക്കണം. ഇനി മറ്റു 2 ആൾക്ക് കൊടുത്തോ കൊടുത്തില്ലയോ എന്നുള്ളത് അതിപ്പം നമ്മൾ ഇന്നയാൾക്ക് കൊടുക്കണം എന്ന് ഗവൺമെൻറ്റിനോട് പറയാൻ കഴിയുമോ? നമ്മൾ അതിലുള്ള ബാക്കി 2 ആളുണ്ട്. ഇതിൽ താങ്കൾ കാണുന്ന ഒരു രാഷ്ട്രീയ ധാർമ്മിക ഇല്ലാത്തത് കോൺഗ്രസിൻ്റെ ഈ വിമർശനമാണ്. അതെ, ധാർമ്മികതയില്ല. അത് അങ്ങനെയുള്ള എല്ലാ ആൾക്കാരൊന്നും അത് പറഞ്ഞിട്ടില്ല. പക്ഷേ ചില ആളുകളത് എന്തിനു പറയുന്നു എന്ന് എനിക്കറിയില്ല. അതൊരു ശരിയായിട്ടുള്ള ഏർപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇതിനൊക്കെ വേണ്ടി നിങ്ങൾ ഭരിക്കുന്ന ആ സമയത്ത് നിങ്ങളെ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളും അതൊക്കെ ഭംഗിയായി നടപ്പാക്കുന്ന, ധൈര്യമായി നടപ്പാക്കുന്ന, പ്രത്യേകിച്ച് CPM പോലെ ഒരു പാർട്ടിയുടെ എതിർപ്പിനെയൊക്കെ അവഗണിച്ച് ഇതിനൊക്കെ ഫേസ് ചെയ്ത് രംഗത്തിറങ്ങിയ ഈ പറയുന്ന ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്ന ആളുകൾ അവർ ഇനിയെന്ന് ഒരു പുതിയ UDFൻ്റെ ഭരണം വന്നാൽ ഈ ധൈര്യപൂർവ്വം നിൽക്കുമോ? കാരണം എന്തിനു വേണ്ടി ഇവർക്ക് വേണ്ടി നമ്മളിങ്ങനെ ഈ മറ്റേ കൂട്ടർ പഴി കേൾക്കുന്നു. UDF ഭരണത്ത് വന്നാൽ അവർക്ക് സംരക്ഷണം കിട്ടുന്നുമില്ല. ഇല്ല, അതവരെ മുറയിൽ പോകും. അവർക്ക് ഇതുപോലെ ഇനി പുതിയ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയുണ്ട്, ആടെ ഒരു വലിയ പ്രശ്നമുണ്ട്, അവിടെ CPMമാർ ഭയങ്കര പ്രശ്നം ബോംബെറിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെന്തിനാണ് അങ്ങനെ പോകുന്നത്? ഇനി അങ്ങനെ പോയിട്ട് പിന്നീട് നമ്മളിതും കൊണ്ട് മറ്റുള്ള കൂട്ടർ മറ്റേ ആളെ വെറുപ്പും. ഇപ്പോൾ ഈ രാഷ്ട്രീയമൊക്കെ വലിയ രീതിയിൽ താങ്കൾ ഇങ്ങനെ വിശകലനം ചെയ്ത് കൊണ്ടിരിക്കുകയാണ്, കാണുന്നുണ്ട്. എന്താണ് ഇപ്പോൾ UDF അധികാരത്തിൽ വരും, 100 സീറ്റ് കിട്ടുമെന്നൊക്കെയാണ് VD സതീശനൊക്കെ പറയുന്നത്. എന്നുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടോ കേരളത്തിൽ? രാഷ്ട്രീയ സാഹചര്യമൊക്കെ ഈ അവസാനത്തെ ഒരു 6 മാസമാണ്. നമ്മൾ പൊതുവേ പറഞ്ഞാൽ ഈ കേരളത്തിൽ ഭയങ്കര സാക്ഷരരും ഭയങ്കര ബുദ്ധിയുള്ളവരും മതേതരരും ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ അവസാനം നമ്മൾ കാണുന്നത് ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു മാനദണ്ഡം പറയും. നമ്മളൊക്കെ പഴയ നക്സലൈറ്റുകാരായിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പോസ്റ്റർ ഒട്ടിക്കും, അതിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക, രാഷ്ട്രീയ പെരിശാഴികൾ സൂക്ഷിക്കുക എന്നെല്ലാം പറഞ്ഞ് പോസ്റ്റ് ഒടിക്കുക. അപ്പോൾ പല അടുത്തുള്ള ആൾക്കാർ വന്ന് അതിനെ തലയാട്ടുക. ശരിയാ, അപ്പോൾ ഇത് ഏതൊരുത്തും വന്നിട്ട് എന്താ കാര്യം, എല്ലോനും കണക്ക്, ഇനി അതുകൊണ്ട് ഇപ്രാവശ്യം വോട്ടേ ചെയ്യൂല എന്ന് പറയും. ഇലക്ഷനൊക്കെ പ്രഖ്യാപിച്ച് കുറേ ദിവസം കഴിയുമ്പോൾ ഈ പറഞ്ഞ ആളിൽ ഓരോരുത്തരായിട്ട് കാണും, പിന്നെ ജാഥേൻ്റെ മുമ്പ് കാണും, പിന്നെ വോട്ടും ചെയ്യും. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ വിചാരിക്കുന്ന വിദ്യാഭ്യാസം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു സാമാന്യ ബുദ്ധി ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഇപ്പോഴ് നിങ്ങൾ പറയുന്ന 100 സീറ്റ് കിട്ടുമോ, അതൊന്നും പറയാനായില്ല. ആളുകൾക്ക് അവസാനത്തെ ഒരു 5-6 മാസമാകുമ്പോൾ നിങ്ങൾ കുറച്ച് കിറ്റ് കിട്ടുമോ
അല്ല വേറെ എന്തെങ്കിലും സൗകര്യങ്ങൾ കിട്ടുമോ? അതുപോലെ ഇപ്പോൾ ഉള്ള റോഡൊക്കെ ഇനി മഴയെല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം ഒന്ന് മുട്ട പോലെ ആക്കി കഴിഞ്ഞാലൊക്കെ ആളുകൾക്ക് അത്ര മതി. അധികം സ്വപ്നം കാണേണ്ട സമയമല്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ആര് സ്വപ്നം കണ്ടാലും യാഥാർത്ഥ്യം വരുന്നത് ഈ ചുരുങ്ങിയ ഈ ഒരു 5-6 മാസക്കാലത്ത് അവരുടെ വിലയിരുത്തലാണ്. അത് ഈ അടുത്ത 6 മാസം നിർണായകമാണ്. അത് നന്നായാൽ LDFന്റെ തുടർ ഭരണവും ഉണ്ടാകാം. അല്ല, അത് തുടർന്നാൽ അത് അങ്ങനെയൊക്കെ വന്നാൽ ആളുകളിൽ ചിന്തിക്കുന്നത്. ഇപ്പം ഞാൻ ഈ നിലമ്പൂർ ഇലക്ഷൻ ഇങ്ങനെ ഞാൻ നോക്കിയത്, നിലമ്പൂർ പോലത്തെ ഒരു മലപ്പുറം ജില്ലയിൽ പൊതുവേ ഈ ഇടതുപക്ഷത്തിനൊക്കെ വലിയ പേരില്ലാത്ത സ്ഥലമാണ്. പക്ഷെ അവിടെയും അവർ ഒരു 66,000 വോട്ട് പിടിക്കുന്നത്. അത് അടിസ്ഥാനമെന്നല്ല പറയുന്നത്. 66,000 വോട്ട്, 66,000 വോട്ടൊന്നും അടിസ്ഥാന വോട്ടില്ല. അപ്പോൾ അങ്ങനെ എത്രയോ ആളുകൾ വോട്ട് ചെയ്യാനുണ്ട്. പിന്നീട് അതിൻ്റെ മേലെ ഒരു 5, 10, 15,000 ഉറുപ്പ്യ മലപ്പുറം ജില്ലയിൽ ഒരു 15,000 വോട്ട്. അതൊക്കെ ഒന്ന് അപ്പുറം ഇപ്പുറം മാറാന്നുള്ളതല്ലേ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ 100 കിട്ടും എന്ന് വെച്ച് അങ്ങനെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. ആളുകളെ ചിന്താഗതി ഇത് ചുരുക്ക സമയത്തുള്ളതാണ്. അതിലിടെ നീ എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും അതെല്ലാം മിക്ക പാർട്ടിക്കാർക്കും അറിയാതെ. ഈ നമ്മളെ റിലേ റേസിൽ അവസാനം ഓടുന്നതല്ല അല്ലേ. ഇന്ന് മുഖ്യമന്ത്രി ഈ മേഖലാ യോഗങ്ങളൊക്കെ വിളിച്ചൊന്ന് എല്ലാം ഗംഭീരമായി അങ്ങ് മുന്നോട്ട് പോയാൽ ചിലപ്പോൾ കഥ മാറും. അങ്ങനെ അതൊക്കെ അതിനൊക്കെ ഇതുണ്ട്, ഒരു ലിമിറ്റുണ്ട്. നമ്മൾ പൊതുവേ ഉള്ള സ്ഥിതികൾ, ഇപ്പോൾ സാമ്പത്തിക സ്ഥിതി എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ ശോചനീയമാണ്. അതേ പറഞ്ഞ ആളുകൾക്ക് ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു താൽക്കാലികമായിട്ടുള്ളൊരു ടച്ചപ്പ് അത് കണ്ടാൽ മതി. ഒരു മുഖം മിനുക്കുക എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഉള്ളിലുള്ളതിനെ അറിയാം സാമ്പത്തിക സ്ഥിതി വളരെ പോക്കാണ്, അതുപോലെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഈ അവസാനത്തെ കുറേ നാളുകളിൽ ഈ മുഖം മിനുക്കൽ ഒരു ഘടകമാണ്. അത് കൂടാതെയുള്ളതുണ്ട്. നമ്മളിപ്പോൾ ഈ മതപരമായിട്ടുള്ള മതപരമായ പ്രശ്നങ്ങളൊക്കെ നമ്മളിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ആകുമ്പം നമ്മളിങ്ങനെ മതങ്ങളെയൊക്കെ വലിയ ഇടപെടലുകൾ നടത്താൻ പണ്ടൊന്നും സമ്മതിക്കില്ല. അതിനാണ് നമ്മൾ കുറേ ഫൈറ്റ് ചെയ്തതാണ്. ഈ പറയുന്ന മതമേധാവികൾ, ഈ പുരോഹിത വർഗം എന്നൊക്കെ പറഞ്ഞ് അവരോടൊക്കെ ഫൈറ്റ് ചെയ്തവരാണ്. അതൊക്കെ മാറിയില്ലേ ഓട്. ഇപ്പം സ്കൂൾ കുട്ടികളെ യൂണിഫോം, ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്താ പറയുന്നത്, ഒരു സ്കൂളിൽ യൂണിഫോം എന്ന് പറയുന്നത്, നമ്മളെ യൂണിഫോമിൻ്റെ ഉദ്ദേശം എന്താണ്? ഇപ്പോൾ പൈസയുള്ളവനും പൈസ ഇല്ലാത്തവനും അങ്ങനെയൊക്കെ ഉള്ള വേർതിരിവ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അവർക്ക് ഒരേ ഡ്രസ്സ്, മറ്റു വലിയ വളരെ കളർഫുള്ളായ ഡ്രസ്സെല്ലാം മറ്റെല്ലാം ഇട്ടിട്ട് വരാം. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടാക്കും. മറ്റ് കുട്ടികളെടുക്കുക ഒരു അപകർഷതാ ബോധം സൃഷ്ടിക്കരുത് എന്നുള്ളതുകൊണ്ടല്ലേ അതെല്ലാം വരുന്നത്. പിന്നെ സൗകര്യങ്ങൾ, കുട്ടികളുടെ സൗകര്യം, അതിനൊന്നും അത് കൊണ്ടുവന്ന പാട് അത് പിൻവലിച്ചില്ല. എനിക്കിപ്പോൾ തോന്നിയ ആ സ്കൂൾ സമയത്തിൻ്റെ ഒക്കെ ഞാനും കരുതിയത് സ്കൂൾ സമയത്തിൻ്റെ പറഞ്ഞത് ശരി, ആ രീതിയിൽ അത് നമുക്ക് സംസാരിക്കാം. ശരിക്കും എന്തിനു സംസാരിക്കേണ്ട ആവശ്യം? ഇപ്പം തന്നെ ഇതിന് പറഞ്ഞു ഈ സോംബ ഡാൻസിൻ്റെ അല്ലേ, അതിനെന്നാ സംസാരിക്കാനുള്ളത്? പിന്നെ നിങ്ങൾ ഈ ആദ്യം പറഞ്ഞല്ല, പിന്നെ പറഞ്ഞത് അത് നിർബന്ധമില്ല. അങ്ങനെയുണ്ടോ ഒരു നിങ്ങളുടെ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു ക്രാഫ്റ്റ് അല്ലെ വേറെ എന്തെങ്കിലും ഒരു സ്പോർട്സ് ഉണ്ട്, അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് ഒരു കൂട്ടർക്ക് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് പറയാൻ കഴിയുമോ? അത് ശരിക്കും പറഞ്ഞാൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നിർബന്ധമാണ്. യൂണിഫോം നിർബന്ധമല്ലേ? നിങ്ങൾക്ക് സൗകര്യം ശരി, കുറച്ച് കൂട്ടർക്ക് വേണ്ടാതെ കൂട്ടർക്ക് ഇടണ്ട എന്ന് പറയാൻ പറ്റുമോ?
അപ്പോൾ അതും ഇത് നിർബന്ധമൊന്നും ഇല്ല. അതിൽ ശരിക്കും വി ഡി സതീശനൊന്നും പറഞ്ഞ് ശരിയല്ല, ഒരിക്കലും പറയാൻ പാടില്ലാതെയാണത്. എന്ത് ഇപ്പോൾ ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരെ ആ കാഴ്ചപ്പാട് മാറുമോ? ഇത് നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നത്? ഇപ്പോൾ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഒരുമിച്ച് നടക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനോടെന്നാ കോംപ്രമൈസ്? അവരെന്താ പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്തുക അങ്ങനെയുള്ള കൂട്ടരാണ്? അത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അറിയാം, നമ്മൾ അങ്ങനെ ചെയ്യും എന്ന് ഈ പറയുന്ന ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നമ്മളെ പേടിയാണ് എന്ന് അവർ പ്രതീക്ഷിക്കുന്നുകൊണ്ടാണ്. ഇപ്പം ലാസ്റ്റിൽ എന്താ പറഞ്ഞേ, അതെല്ലാം പറഞ്ഞ് പിന്നെ ഇനി അത് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. എന്ത് ചർച്ച ചെയ്യേണ്ടത്? എന്ത് ചർച്ച ചെയ്താലും ഈ പറഞ്ഞ കാര്യം മാറുമോ? അപ്പോൾ കോൺഗ്രസ് അവരുടെ ഈ നിലപാടുകൾ കോൺഗ്രസും മാറ്റേണ്ടതുണ്ട്, അതോടൊപ്പം തന്നെ CPM-ഉം മാറ്റേണ്ടതുണ്ട്. ഈ മത മൗലികവാദികളുടെ ഈ ഇത്തരം കാര്യങ്ങളിൽ. അതായത് നമ്മളൊക്കെ ഈ 57 കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് വന്നവർ. അപ്പോൾ നമ്മൾ ഈ ഇത്ര വരെ എത്തിയിട്ട് ഇനി ആദ്യം ഒരു പിന്തിരിഞ്ഞ് പോകുന്നത് എന്ന് പറയുന്നത് പോലെ ആയിപ്പോയത്. ആളുകൾക്ക് ഈ പിന്നെ മതത്തിൽ വിശ്വസിക്കോ ഇല്ലാതിരിക്കോ എന്നൊന്നും അതൊരു ഘടകയല്ല. പക്ഷെ അതിൻ്റെ പേരിൽ നമ്മളൊരു സയൻറ്റിഫിക് അല്ലാത്ത കാഴ്ചപ്പാടുകൾ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അതിന് ഇപ്പോൾ UDF ആയാലും LDF ആയാലും അതിന് നിന്ന് കൊടുക്കുന്നത് ശരിയല്ല. ഇപ്പോൾ വന്ന ഈ സുംബ ഡാൻസിൻ്റെ കാര്യത്തിലൊക്കെ CPM എടുത്തത് നല്ല കാര്യമാണ്. പക്ഷെ അതേ അഭിപ്രായം തന്നെ നിലനിർത്തിക്കൊണ്ട് പോവുമോ എന്നുള്ളത് കഴിഞ്ഞ കുറേ കാലത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ അത് സംശയാസ്പദമാണ്. എന്തായാലും കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ നടക്കുന്നതിനിടയിലാണ് നമ്മൾ അഡ്വക്കേറ്റ് TP ഹരീന്ദ്രനുമായി സംസാരിച്ചത്. അദ്ദേഹം ആ വെടിവെപ്പ് നടക്കുന്ന സമയത്ത് കൂത്തുപറമ്പ് ടൗൺ ഹാളിൽ MV രാഘവനൊപ്പം അദ്ദേഹവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുമുണ്ട്. അന്ന് രവത ചന്ദ്രശേഖർ തലശ്ശേരി ASP ആയിരുന്നു, ഇന്നത്തെ DGP ആയ രവത ചന്ദ്രശേഖർ. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഈ ഒരു മറ്റൊരു തരത്തിൽ ഏതെങ്കിലും ഗൂഢാലോചന നടത്തി ഇത്തരം വെടിവെപ്പിലേക്കൊക്കെ പോയി എന്ന ഒരു അഭിപ്രായമേ TP ഹരീന്ദ്രൻ പ്രകടിപ്പിക്കുന്നില്ല. മാത്രമല്ല UDF ഈ കാര്യത്തിൽ എടുക്കുന്ന, പ്രത്യേകിച്ച് കോൺഗ്രസ് എടുക്കുന്നത് ഇരട്ടത്താപ്പാണ് എന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. കാരണം ഈ കൂത്തുപറമ്പ് വെടിവെപ്പിനെ ആ സമയത്ത് CPM-നെതിരെ വലിയ രീതിയിലുള്ള ആയുധമാക്കി, MV രാഘവനെ ആക്രമിക്കാൻ, കൊല്ലാനുള്ള ഗൂഢാലോചന നടത്തി എന്നൊക്കെ പറഞ്ഞ് നടന്നവരാണ് ഇപ്പോൾ രവത ചന്ദ്രശേഖരെ DGP ആക്കിയപ്പോൾ അതിനെതിരെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള വലിയ നേതാക്കളും രംഗത്ത് വരുന്നത്. ഇത് ശരിയായ നടപടി അല്ല എന്നാണ് UDF-ന്റെ സഹയാത്രികനായി നിൽക്കുന്ന അഡ്വക്കേറ്റ് TP ഹരീന്ദ്രൻ വ്യക്തമാക്കുന്നത്. എന്തായാലും അദ്ദേഹം നമുക്കറിയാം കണ്ണൂരിലെ ഏറ്റവും പ്രമുഖനായ അഭിഭാഷകനാണ്, രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ വളരെ ആഴത്തിൽ വിശകലനം ചെയ്യുന്ന അഭിഭാഷകനാണ്. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ഈ കാര്യങ്ങൾ എന്താണെന്ന് നടന്നത് എന്ന് നമ്മളോട് വിശദീകരിച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രീയ വിവാദങ്ങൾ, DGP-യുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ ഇപ്പോഴും തുടരുന്നതിനിടയിലാണ് അദ്ദേഹം കണ്ണൂർ വിഷനുമായി ഈ കാര്യങ്ങളൊക്കെ പങ്കുവച്ചത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.